പാലക്കാട് നിന്നാണ് മുതൽമടയിലെ റിസോർട്ടിൽ നടന്നത് ക്രൂരമർദ്ദനമെന്ന് ഇരകളായ ജീവനക്കാർ. റിസോർട്ടിലെ ജീവനക്കാരി ഉഷയ്ക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന് മർദ്ദനമേറ്റ വെള്ളയ്യനും സംഭവം പുറത്തറിയിച്ച തിരുനാവുക്കരശും 24-നോട് പറഞ്ഞു. ശുചിമുറിയിൽ പോകാൻ പോലും അനുവദിച്ചില്ല എന്നും വെള്ളയ്യൻ പറയുന്നു. தள்ளி கேட்குறப்ப இந்த மாதிரி மேஸ்திரி தான் காணிச்சு கொடுத்தது, உனக்கு எப்போ ஸ்தலம் தெரியும் இடம் தெரியும்னு சொல்லி கட்டணும், மேஸ்திரி தான் காணிச்சு கொடுத்தது அப்படின்ட்டான். சென்னம் 2 பேர் உள்ள கொண்டே போட்டு ஒட்டிவிட்டுனா என்ன அடி தெரியுங்களா? அப்படி 5 நாள் அடி ஆகும், 9 நாள் என்ன வச்சுருக்கேன். அந்த பேர் நல்லா ஒரு பேர் எடுத்து விட்டதை 5 நாள் அடிச்சு 5 நாள் விடாமல் நைட் பால் ஃபுல்லாக போகுங்க, தண்ணி போட்டு பொம்பளை அத்தனையும் வந்து அடிக்குங்க. ഒരു ബീർ എടുത്ത് ഞാൻ കുടിച്ചു, ഒരു ബീർ അവിടെ വെച്ചു. ഈ പാല് വെച്ച് വരുമ്പോൾ 5-5 അരച്ച് വരുന്നത് 3 കുപ്പി ബീരാണ്. 2 പൊട്ടിച്ചതും 1 പൊട്ടിക്കാത്തതും. അപ്പോൾ ഉള്ളി കൊണ്ട് വരുമ്പോൾ ചവിട്ടി തള്ളിയിട്ട് ഞാൻ പ്രഭു ഉള്ളിലാക്കിയത്. മനസ്സിലായില്ലേ? പ്രഭുവിൻ്റെ പണിക്കാരനല്ല ഞാൻ അമ്മേൻ്റെ പണിക്കാരനായിരുന്നു. പാപ്പാത്തിൻ്റെ പണിക്കാരനായിരുന്നു. ദിവസം വൈകുന്നേരം പ്രഭു കൊണ്ടുവന്നു ഉപ്മാ കൊണ്ടുവന്നതും 2 തല്ലിട്ടാണ് ആ ഉപ്മാ വെച്ചിട്ട് പോകും. അത് ഇത്ര ഉപ്മാവുള്ളൂ. വൈകുന്നേരം പൂട്ടിയിട്ട ദിവസം അവൻ പൂട്ടിയിട്ടങ്ങാണ്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ ഉഷ ഒന്ന് തുറക്കും. തൂറാൻ പോകണമെങ്കിലോ കക്കൂസി പോകണമെങ്കിലോ ഉഷ ഒന്ന് തുറക്കും പറയും. സാറെ കാലത്ത് എനിക്ക് 6 മണിക്ക് പുറത്തേക്ക് പോകണം. 7 മണിക്ക് കത്തിയാലും ഈ പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ലാണ്ട് ജനലിക്കൂടെ എത്തി നോക്കില്ലാണ്ട് തുറക്കണ വരില്ല സാർ. വന്ന് തുറക്കണ 9 മണിക്കാണ്. ഞാൻ എന്ത് ചെയ്യും? മൂത്രമൊഴിച്ച് അതിനുള്ളിലാണ്. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ക്രൂരമായി തന്നെയാണ് മർദ്ദിച്ചത്. നേരത്തെ വന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിൽ കൂടുതൽ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ വെള്ളയ്യൻ പറയുന്നത്, അല്ലേ? ഉദ്ദേശം കൊന്നുകളയായിരുന്നോ ശ്രീജിത്ത്? വെള്ളയൻ മാത്രമല്ല, അത് പുറത്തറിയിച്ച തിരുനാവുക്കരശും കുറേയധികം വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഒരു വർഷം മുൻപ് ഇതിലും ക്രൂരമായ മർദ്ദനം പ്രഭുവിൽ നിന്ന് നേരിട്ടു, തനിക്കും മറ്റൊരു ജീവനക്കാരനും നേരിട്ടു എന്നാണ് ഈ തിരുനാവുക്കരശ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ അവിടെ ഒരു 10-20ഓളം കുപ്പി ബിയർ ഉണ്ടായിരുന്നു. ആ ബിയർ എടുത്ത് 1 കുടിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ അന്ന് തിരുനാവുക്കരശിനെയും മർദ്ദിച്ചത്. വെള്ളയൻ പറയുന്നത് ഞായറാഴ്ച ഇത് സംഭവം നടക്കുമ്പോൾ 1 കുപ്പി ബിയർ എടുത്ത് കുടിച്ചു. അത് തെങ്ങിൻ്റെ ചുവട്ടിൽ ഉണ്ടായിരുന്ന ബിയറാണ് താൻ എടുത്ത് കുടിച്ചത്. അതിനുശേഷം അവിടെ മറ്റു ജോലികളൊക്കെ ചെയ്യുകയായിരുന്നു. ശേഷമാണ് പ്രഭു അവിടേക്ക് വരുന്നത്. അമ്മയുടെ സ്ഥലത്താണ്, അമ്മയ്ക്കും മകനും വെവ്വേറെ പ്രോപ്പർട്ടി ഉണ്ട്, സ്ഥലങ്ങളുണ്ട്. അമ്മയുടെ സ്ഥലത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. താൻ പ്രഭുവിൻ്റെ ജീവനക്കാരനല്ല. പിന്നീട് എന്തിനാണ് ബിയർ എടുത്ത് കുടിച്ചതെന്ന് ചോദിച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. മർദ്ദനത്തിൽ ഈ പറയുന്നത് പോലെ പ്രഭുവിന് മാത്രമല്ല, പ്രഭുവിൻ്റെ ഒരു ജീവനക്കാരി എന്ന് അവകാശപ്പെടുന്ന ഉഷയ്ക്കും പങ്കുണ്ട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ വെള്ളയ്യൻ ആരോപിക്കുന്നത്. എന്തായാലും ഉഷയുടെ പേര് നിരവധി തവണ പോലീസിനോട് പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല, മൊഴിയിൽ രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നാണ് ഗുരുതരമായ ആക്ഷേപമുള്ളത്. എന്നാലും പ്രഭു ഒളിവിലാണ്. 5 ദിവസമാണ് ഇത്തരത്തിൽ പൂട്ടിയിട്ടതെന്നാണ് പറയുന്നത്. ഭക്ഷണം നൽകിയിട്ടില്ല എന്ന് പൂർണ്ണമായി അവർ പറയുന്നില്ല. പക്ഷേ ഒരു നേരം മാത്രമാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. പിന്നീട് മുറിയിൽ പൂട്ടിയിടും. അതായത് ഒരു ജയിലിന് സമാനമായ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. കേരളത്തിലാണ്, അല്ലെങ്കിൽ മനുഷ്യരാണ്, സ്വതന്ത്രരായി നടക്കേണ്ട ആളുകളാണ്, അവരെന്തിനാണ് ഇങ്ങനെ പൂട്ടിയിടുന്നതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഇതുകൂടാതെ തിരുനാവുക്കരശ്, അദ്ദേഹം പൊള്ളാച്ചി സ്വദേശിയാണ്. അദ്ദേഹം 20 വർഷമായി ഈ മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്, ഇവരോടൊപ്പം ജോലി ചെയ്യുന്ന ആളാണ്, പ്രഭുവിൻ്റെ കൂടെയാണ്. അദ്ദേഹത്തെയും സമാനമായ രീതിയിൽ മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണിന് പരിക്കു പറ്റിയെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്, അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത്. എന്തായാലും ആ പരാതിയൊന്നും തന്നെ ആദ്യഘട്ടത്തിൽ പോലീസിന് നൽകാൻ അവർ തയ്യാറായിരുന്നില്ല. റിസോർട്ടിൽ നടക്കുന്നത് അനാശാസ്യ പ്രവർത്തനമാണ് എന്ന ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് കേസെടുത്ത് പ്രഭുവിനെ എതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രഭുവിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പാപ്പാത്തി എന്ന പ്രഭുവിൻ്റെ അമ്മ, രംഗനായകി, അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ടുണ്ട്. പ്രഭു ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. ഹാഷ്മി. ഓക്കെ, ശ്രീകുമാരനാണ് ഒരു ബിയർ എടുത്തു എന്നാണ് എന്തോ പറഞ്ഞാണ്, എന്നാ വ്യാജം പറഞ്ഞാണ് പിടിച്ചകത്തിട്ട് പൂട്ടി ഈ പറഞ്ഞ കൊല്ലാക്കൊല ചെയ്തത്. ആ തിരുനാവുക്കരശ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ കണ്ടില്ലായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടമാകാൻ സാധ്യത ഉണ്ടായി പോയനെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.